ഗോദയിലെ അമ്മ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ചേച്ചി കൂടുതൽ ആളുകളും ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ ഒരു ക്യാരക്ടറാണല്ലേ. ലീലയുടേതും അതുപോലെ ഗോദയിലെ എടുത്തു പറയേണ്ടത് ഗോദയിലെ തന്നെയായിരിക്കും. അതില് ചേച്ചിയുടെ ഒരു വരവ് എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഗോദയിലെ? എനിക്ക് മനോജ് പൂങ്കുന്നത്തിൻ്റെ കോളാണ് ആദ്യം വന്നത്. ഇങ്ങനെ ഒരു സിനിമയുണ്ട്, പുതിയ ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ചേച്ചിക്കും പോരെ കുറച്ച് ദിവസം ഉണ്ട് ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ബേസിലിനെ പരിചയപ്പെടുന്നത്. രഞ്ജി പണിക്കരുണ്ട് ആദ്യം ഷൂട്ടിങ്ങിന്, ടൊവിനോ ഉണ്ട്. അപ്പോൾ എന്താ ഗോദ പോലെ ഒരു സെറ്റ് വളരെ അപൂർവമായിട്ടുണ്ടാകുന്നത്. ഇന്നും ആ ഒരു ഗോദയിലെ ആൾക്കാർ തമ്മിലുള്ള ഒരു വൈബ്, ആ ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. അതിൻ്റെ മെയിൻ ആൾ ടൊവിനോയും ബേസിലുമാണ്. അവർ രണ്ടുപേരും ഗോദയിലെ ആൾക്കാരോടും അവൻ്റെ ടീം മെമ്പേഴ്സിനോടും കാണിക്കുന്ന ഒരു സ്നേഹം ഭയങ്കര പ്രത്യേകതയാണ്. അത് എല്ലാവരുടെയും ഒരു എനിക്കൊന്നും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു തുടക്കമായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ബോണ്ടായിരുന്നു ആ സെറ്റിൽ. ഡയറക്ടർ ഒരു നിങ്ങളെയൊക്കെ അഭിനയിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്പെഷ്യാലിറ്റി വന്നത്? കാരണം എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതെ, പ്രത്യേകം ഞാൻ വിചാരിക്കും അപ്പുറത്തേത് കിളികളൊക്കെ പറന്നു പോയ പോലെയാണ് ബേസിൽ ചിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് കിളികൾ ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. അയ്യോ, ബേസിൽ ഭയങ്കര അടിപൊളിയാണ് ബേസിൽ. ആസ് എ പേഴ്സൺ അടിപൊളിയാണ്, ആസ് എ ടെക്നീഷ്യൻ അടിപൊളിയാണ്, ആസ് എ ആക്ടർ ട്രെയിനർ ആസ് അടിപൊളിയാണ്, സിനിമയെ കാണുന്ന വിധം അടിപൊളിയാണ്, ആസ് എ ഫ്രണ്ട് അടിപൊളിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് സാധാരണ ഹ്യൂമൻ എന്തെങ്കിലും ദേഷ്യപ്പെടുന്നില്ല. നല്ല കുറുക്കി കൊള്ളുന്ന വാക്ക് പറയും. അത് നമ്മൾ നെഞ്ചി പോയി തറച്ചിട്ടിരിക്കുന്ന ഒരു ആട്ടോ കൂടെ ആയിട്ട് തരും ചെറുതായിട്ട്. നമ്മൾ വല്ല കൊനഷ്ടൊക്കെ ചോദിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ എല്ലാവരെയും സാറെന്ന് വിളിക്കും. വളരെ അടുപ്പമുള്ള ആൾക്കാർ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴും ഞാൻ അവരെ സാറെന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ബേസിലിനോട് പറഞ്ഞേ, എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ബേസിൽ കാണുമ്പോഴത്തേക്ക് സാറെന്ന് വിളിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ബേസിൽ കാണാൻ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ അടിക്കും ബേസിലെ അങ്ങനെ. പിന്നെ എനിക്ക് സാറെന്ന് വിളിക്കണോ അല്ലയോ, അതുകൊണ്ട് സെക്കൻഡ് പോലും താമസിക്കാതെ അങ്ങനെ കൗണ്ടർ വന്ന് ഞാനങ്ങ് അയ്യോ ഞാൻ എന്തോ ഉദ്ദേശിച്ചത് ഞാൻ തന്നെ മറന്നുപോയി എന്നുള്ളൊരവസ്ഥയിൽ വെച്ചാൽ നമുക്കൊരു വാത്സല്യമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും അങ്ങനെ വിളിക്കാത്തത്. പക്ഷേ സീൻ പറഞ്ഞു തരുന്നതൊക്കെ നല്ല രസമാണ്, ഭയങ്കര രസം. എത്ര ചിരിക്കണം, എത്ര ഈ ടീച്ചർ എങ്ങനെയാണ്, ടീച്ചറുടെ സ്വഭാവം എങ്ങനെയാണ്, ടീച്ചർ അത് ബേസിൽ നമ്മളെ അങ്ങ് മോൾഡ് ചെയ്ത് കഥാപാത്രത്തിലോട്ട് അങ്ങ് പ്ലേസ് ചെയ്യും. കാരണം നമ്മുടെ വീട്ടിലൊക്കെയുള്ള അമ്മനെ പോലെ നമുക്ക് ബേസിലിൻ്റെ അമ്മയെ പോലെയായിരുന്നു. ബേസിൽ അങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയെ പോലെ കുറച്ച് ഞാൻ അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഹാഫ് സ്മൈൽ വരെ, ചേച്ചി അത്രയും വേണ്ട, കുറച്ച് കുറവ് ചിരിച്ചാൽ മതി, അത്രയും ചിരിക്കത്തില്ല അവരുടെ മുഖത്ത് അത്ര ചിരി വരത്തില്ല. അങ്ങനെ ഭയങ്കര സൂക്ഷ്മമായിട്ട് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഡേ ചെന്നപ്പോഴത്തേക്ക് ലോങ് സീക്വൻസ് ആണ് ഈ കയ്യിൽ പിന്നെ ഇതെടുത്തിട്ട് ഇത് മുഴുവൻ എന്താ പച്ചക്കറി ഐറ്റംസ് ആണല്ലോ, മീൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മീനോ ചോദിക്കും, ഇവിടെ ഇനി മേലെ നീ അവർക്ക് ചോറ് മതി കൊടുക്കരുതെന്ന് ആരും പറഞ്ഞു. എനിക്ക് മീൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ലോങ് സീക്വൻസ് അവസാനം നിന്നിട ഈ കുക്കറോ എന്ത് കുന്തോ ആണെങ്കിലും ഇതിനകത്ത് കയറുന്നത്. ഇവിടെ ഒരു വെജിറ്റബിൾ പച്ചക്കറി അഭയാർത്ഥി വന്നിട്ടുണ്ടെന്ന് പറയും. ഇപ്പോഴും ഓർമ്മയുണ്ട് ഡയലോഗ്, പച്ചക്കറി അഭയാർത്ഥി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് ഔട്ട് എന്ന് പറയുന്ന ആ സീക്വൻസാണ് ഫസ്റ്റ് ഡേ എടുത്തത്. അപ്പോൾ തന്നെ നമ്മളത് ആ ഒരു 3-4 ടേക്ക് എടുത്തു. അത് ഗോദയിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ടൊവിനോ അങ്ങനെ തന്നെ അത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഗോദയിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഇപ്പം ജിതിൻ്റെ ഡേറ്റ് കൊടുത്തു, അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു പയ്യനാണ് ടൊവിനോ. അപ്പോൾ ഭയങ്കര വാംത്താണ് ടൊവിനോയ്ക്ക്. അപ്പോൾ ആ ഒരു അത് ഗോദ സംഭവിച്ചതാണ് എൻ്റെ കരിയറിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. അതെ, ശരിക്കും. അതുപോലെ രഞ്ജി പണിക്കർ മലപാർവതി കോംബോ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഭയങ്കര രസമായിട്ടാണ് നിങ്ങളുടെ ഒരു കോംബോ വർക്ക്. എനിക്ക് മാസ്റ്റർ പീസിലും ആ ഒരു കോംബോ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഗോദ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിക്കുന്ന പിന്നെ മാസ്റ്റർ പീസിലാണ്. അത്രയും വർഷം വർക്ക് ചെയ്തിട്ടില്ല, വലിയ ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഇപ്പം പിന്നെ പലരും വിളിക്കുന്നുണ്ട്. ഇപ്പം ലിറ്റിൽ ഹാർട്സിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഇനി വരാൻ പോകുന്ന ഒരു പടത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. പണിക്കരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ഇത്രയും നമുക്ക് ഈസ് ആവാൻ പറ്റുന്ന ഒരാളില്ല. നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. ഒട്ടും ജഡ്ജ്മെൻറ്റിലല്ല. ഇപ്പം മാസ്റ്റർ പീസിലൊക്കെ നമ്മളിങ്ങനെ തലക്കടിച്ച പോലെ ഡയലോഗ് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആക്ടറിന് കുറച്ച് ഈഗോ, പേഴ്സണ് വർക്ക് ചെയ്താലല്ലേ, വ്യക്തിക്ക് വർക്ക് ചെയ്താലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. നമ്മൾ പേടിച്ചിട്ടായിരിക്കും ചെയ്യുക. എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ് ചേട്ടാ സോറി എന്ന് പറയേണ്ടി വരും. പക്ഷേ പറയേണ്ടി വന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ. രഞ്ജി പണിക്കരുടെ കാര്യത്തിൽ അങ്ങനെയേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സൺ ഇല്ല.
പേഴ്സൺ അവിടെ വർക്ക്, ക്യാരക്ടർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, എന്താണ് നീ കാണിക്കുന്നത്, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മളൊരു ഒരു ഷോട്ടിൽ ഇപ്പോൾ റിഹേഴ്സൽ നന്നായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് നമ്മൾ കുറച്ചൊന്ന് നടത്തുവേ, ഹാ കട്ട് ചെയ്തേ, എന്നാ പറ്റി, എന്ത് പറ്റി, നീ ഒന്ന് ഉഷാറായി വെള്ളം വേണം, ചായ വേണം, കഴിക്കാൻ വെള്ളം വേണം, വൈകിയെന്ന് തോന്നുന്നു, ഒന്നുകൂടെ എടുക്കുക, എന്താ നീ ഉഷാറാവെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ, അതൊക്കെ എവിടെ നിന്ന് കിട്ടും, ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതുപോലെ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പറയുമ്പോഴും ചേച്ചിയുടെ ഒരു റോള്, അത് ശരിക്കും ഒരു കഥ എന്ന് പറയുന്നത്, ഒരു റോബോട്ട് വരുന്നു, നാട്ടിൽ വരുന്നു, ഇന്നതാണ് കഥ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അത് ശരിക്കും തോന്നിയിരുന്നു അത് ഇത്രയും ഹിറ്റായി മാറും എന്നുള്ളത് ആ കഥ ആദ്യം പറയുമ്പോൾ? അത് 100% അത് ഹിറ്റാവുമെന്ന് ഉറപ്പായിരുന്നു ആ സിനിമ. കാരണം രതീഷ് പൊതുവാൾ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്ക് വേറെ തന്നെ ഒരു കാഴ്ചയാണ് ആളുടെ. അദ്ദേഹം ഈ ബോളിവുഡിലൊക്കെ ഒരുപാട് കാലം ഈ പ്രോജക്റ്റ് ഡിസൈനറൊക്കെ നിന്നിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയ്ക്കും ഒരു പ്രത്യേകതരം കാഴ്ചയും ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വളരെ കൺവിൻസിങ് ആയിരുന്നു അത് പറഞ്ഞപ്പോൾ. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു നാട്, ഗ്രാമം, അതെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്. എല്ലാം ആ പ്രദേശത്തെ മിക്കവരും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിൽ അഭിനയിച്ച ആൾക്കാർ, റിലേറ്റീവ്സും എല്ലാം ആണ് അതിനകത്ത്. നമ്മളെ മറ്റേ ഒരു ചേച്ചിയില്ലേ ഇങ്ങനെ വന്നിട്ട് കയ്പാണേ കുടിക്കേണ്ടത്, സ്കൈപ്പാ കോളെന്ന് പറയുമ്പോൾ ആ കയ്പാണേ കുടിക്കേണ്ടതെന്ന് പറയാം. അവരൊക്കെ സാറിൻ്റെ എന്തോ റിലേറ്റീവ്സ് ഒക്കെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും ബാത്റൂം പോകാനൊന്നും സൗകര്യമില്ല, റോഡിലൊക്കെ ഷൂട്ടിങ് ആകുമ്പോഴത്തേക്ക് ഞാനേതോ ഒരു വീട്ടിൽ ചെന്നിരിക്കാൻ ഒന്ന് വാഷ്റൂം പോയിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ കയറുക, ഞാൻ രതീഷിൻ്റെ കുഞ്ഞമ്മയാ കയറുക. അപ്പോൾ നമ്മളെ കുഞ്ഞമ്മയാണോ എന്നാൽ ശരി, എല്ലാവർക്കും അറിയാം അവിടെ ഉള്ള ആ അമ്പലത്തിന് ചുറ്റുമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിലൊക്കെ ആയിരുന്നു ഷൂട്ടിങ്ങൊക്കെ. ശരിക്കും നല്ല സംവിധായകരുടെ, ഇപ്പം മഹേഷ് നാരായണൻ, അമൽ ധീരത്, അഞ്ജലി, നല്ല ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ചെസ് കളത്തിലെ പോയിന്റ്സ് പോലെയാണ്. അവർ നമ്മളെ മൂവ് ചെയ്യുമ്പോൾ അത് മാജിക്ക് സംഭവിക്കും. ഇപ്പം അഞ്ജലി മേനോന്റെ ചിത്രത്തിലേക്ക് വരുന്നതും ഒരു മെസ്സേജിലൂടെയാണ് കൂടെ അഭിനയിച്ച. അതെ ഞാൻ കൂടെ ബാംഗ്ലൂർ റേസ് കണ്ടിട്ട് അഞ്ജലിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അഞ്ജലിയുടെ ഒരു തിരിച്ച് ഹായ് ചേച്ചി ക്യാൻ ഐ ടോക്ക് ടു യു അങ്ങനെ എന്തോ ഒരു മെസ്സേജ്. അപ്പം ഞാൻ തിരിച്ച് വിൽ മൈ ഡ്രീം കം ട്രൂ എന്ന് എന്തോ ചോദിച്ചു തിരിച്ചു, ഇസ് ദിസ് എ ഡ്രീം, വിൽ ഇറ്റ് കം ട്രൂ അങ്ങനെ എന്തോ തിരിച്ച് ഞാൻ അയച്ചപ്പോഴത്തേക്ക് ഒരു സ്മൈലി വന്നു. എന്നിട്ട് പിന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു ചെറിയ റോളുണ്ട് പാർവതി, ചെറിയ സിനിമയാണ്, ലില്ലി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, സംസാരിച്ചാലോ. അപ്പം എൻ്റെ അച്ഛന് സുഖമില്ല കിടക്കാൻ, പിന്നെ അച്ഛൻ്റെ ആരോഗ്യം എനിക്ക്, അച്ഛൻ ഓക്കെ ആയാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം ഇല്ല ഇപ്പോഴൊന്നും ഇല്ല, ഷൂട്ടിങ് ഓഗസ്റ്റിലേ ഉള്ളൂ. ഓഗസ്റ്റും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒക്ടോബറിലാണ് ഷൂട്ടിങ്ങിന് പോയത്. അപ്പോഴത്തേക്ക് അച്ഛനും ഓക്കെ ആയി, എനിക്ക് പോകാൻ പറ്റി. കൂടെ ഞങ്ങൾ 3 മാസത്തോളം ഊട്ടിയിൽ താമസിച്ച്, ഒന്നും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. അബ്സല്യൂട്ട്ലി. അതെ, അവർക്ക് ബ്രില്യൻസ് ആണ് ഇവർ. നസ്രിയയും അഞ്ജലിയും തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ നമ്മളിങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ കാണാമെന്ന് വെച്ചാൽ അവർ തമ്മിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും പരസ്പരം. അഞ്ജലിയുടെ കുട്ടിക്കാലമായിട്ട് നമുക്ക് തോന്നും നസ്രിയ എന്ന് വെച്ചാൽ അഞ്ജലിയുടെ തന്നെ വേറൊരു എല്ലാവരോടും പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരാളോട്, ഭയങ്കര ബബ്ലി, ഭയങ്കര ലൈഫുള്ള ഒരാളാണ്. ക്യാമറ ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് പൂത്തിരിയൊക്കെ ഇങ്ങനെ കത്തുന്ന പോലൊരു മാജിക്കാണ് നസ്രിയ.